ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ 4:30 ഒരു കോൾ വന്നു നമ്മുടെ ഷെമീത്താരെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടമ്പൂർ പഞ്ചായത്ത് വനിതാ ലീഗ് നടത്തുന്ന പാണക്കാട്ടേക്കൊരു സ്നേഹയാത്ര എന്ന പരിപാടിയിൽ എന്താ പറയുക, പാണക്കാട്ടേക്കുള്ള യാത്രക്കിടയിൽ, അതായത് ഒരുപാട് ദൂരമുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ മോട്ടിവേഷൻ സംസാരിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള പോവാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടം വരെ കൊണ്ടാക്കിയത് എൻ്റെ ഭർത്താവാണ് കേട്ടോ. തലശ്ശേരി വരെ നമ്മൾ പോയിട്ട് അവിടെ നിന്ന് ബസ്സിലാണ് പിന്നെ യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനും ഷെമീത്ത. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പാണക്കാട്ടേക്കുള്ള ബസ്സിലേക്കുള്ള നടത്താണിത്. ഇവിടുന്ന് തൊട്ടടുത്ത് നമ്മൾ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കയറി. ആദ്യം തന്നെ നമ്മുടെ ഷെമീത്താണ് കേട്ടോ സംസാരിക്കേണ്ടത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ഷെമീത്താരെ ക്ലാസ് തുടങ്ങി. അൽഹംദുലില്ലാ, വളരെ നല്ല ക്ലാസ്. സദസ്സിനൊക്കെ നല്ലൊരു ഊർജ്ജം പകർന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എത്ര മണിക്ക്? ഇന്നത്തെ യാത്ര വിചാരിച്ചിട്ട് ഉറപ്പ് വന്നില്ല അല്ലേ? അതല്ല, ജോലി ചെയ്ത് തീർക്കാൻ 2 മണിക്ക് വിളിച്ചതാ. എല്ലാരും ഹാപ്പി അല്ലേ? അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇത്രയും ആളെ സംഘടിപ്പിക്കാനും. അങ്ങനെ ഷെമീത്തെ ക്ലാസ് തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എങ്ങനെ എന്തായി, അവസാനം മൈക്ക് എനിക്ക് കൈമാറി. പിന്നെ എൻ്റെ വക ക്ലാസ്സുകളായിരുന്നു. അങ്ങനെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ അവസാനം ഇടാം. ഓക്കെ, എല്ലാം കൂടി എന്താ പറയുക, കേട്ടാൽ ഒരു തൃപ്തികരമായി തോന്നില്ല നിങ്ങൾക്ക്. പിന്നെ യാത്രക്കിടയിൽ എടുക്കുന്നതല്ലേ, നല്ല എന്താ പറയുക, നല്ല രസമായിരുന്നു, നല്ല അനുഭവമായിരുന്നു. ഒരു കൂട്ടം സ്ത്രീകളുടെ ഇടയിൽ നമുക്കിങ്ങനെ സംസാരിക്കാനും ഒക്കെ പറ്റിയത് അൽഹംദുലില്ലാ, അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. നന്നായി സഹകരിക്കുന്നവരാണ്, നല്ല സ്വഭാവമാണ്. ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ പോലും എന്താ പറയുക, ഒരുപാട് കാലത്തെ പരിചയമുള്ളവരെ പോലെ എനിക്ക് തോന്നി. വല്ലാത്തൊരു മാനസിക അടുപ്പുണ്ടായി അവരോട്. അങ്ങനെ പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഇടയിൽ പാട്ടുണ്ടായിരുന്നു, പലരുടെയും അനുഭവങ്ങളുണ്ടായിരുന്നു, പിന്നെന്താ പറയുക, ചോദ്യങ്ങളുണ്ടായിരുന്നു, സംശയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. തലശ്ശേരിയിൽ നിന്ന് പാണക്കാട്ടേക്കുള്ള ഒരു യാത്രയാണല്ലോ, അപ്പോൾ അത്രയും സമയം ഉണ്ടായിരുന്നു നമുക്ക് ക്ലാസ് എടുക്കാനും പരിപാടി നടത്താനൊക്കെ. അങ്ങനെ നമ്മുടെ സുമിയ എന്ന് പറഞ്ഞൊരു സഹോദരി പാണക്കാട്ടിലേക്കുള്ള യാത്രയിൽ അതിനെക്കുറിച്ചിട്ടുള്ളൊരു പാട്ട് പാടി. നമ്മുടെ റഷാദ് മോൻ അൽഹംദുലില്ലാ, എൻ്റെ പാട്ട് വളരെ നന്നായിട്ടുണ്ട്. അവൻ്റെ പാട്ട് മാത്രമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണാം. അവനൊരു യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കഴിവുള്ള മോനാണ്. എന്താ വെച്ചാൽ പാട്ട് പാടുമോ എന്ന് ചോദിച്ച ഉടനെ തന്നെ അവൻ എന്താക്കിയിട്ടുണ്ട്, ഞാൻ പാടാന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യമല്ലേ. ഇത്രയും ആളെ കൂട്ടത്തിൽ നിന്ന് പാടിയല്ലോ, അൽഹംദുലില്ലാ. ഈ ബസ്സിലാണ് നമ്മൾ പോയത്. അങ്ങനെ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തി നമ്മളെല്ലാവരും കഴിച്ചു. അതിന് ശേഷം വീണ്ടും കയറി യാത്ര തുടങ്ങി. അങ്ങനെ പാണക്കാട്ടെത്തി. അവിടെ എത്തി നമ്മൾ തങ്ങളടുത്തേക്കാണ് പോയത്.
എല്ലാവരും ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ബസ് അങ്ങത്തോളം വരില്ലല്ലോ, നമ്മൾ കുറച്ച് നടന്നു പോയി, തങ്ങളെ കണ്ടു. എന്താ പറയുക, ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. തങ്ങളോട് സംസാരിക്കാനും സങ്കടങ്ങൾ പറയാനും എല്ലാവർക്കും ഒരുപാട് ആശ്വാസമാണ്. തങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരെയും കേൾക്കുന്നുണ്ട് തങ്ങൾ. അൽഹംദുലില്ലാ. പിന്നെ നമുക്ക് വേണ്ടി ദുആ ചെയ്തു. اللهم يقيني بجاهه بكبرين الذي كسر سلمنا بارك لنا فيما اعطيتنا وبارك في جميع امورنا وخلصنا فيما قضيت ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ചെറുപ്പക്കാരെല്ലാം ഉണ്ടാവും. അപ്പൊ അവരെന്താക്കാൻ ഫോണിന്റെ ലോകത്ത് നിന്ന് മാറിയിട്ട് പുതിയൊരു ലോകത്തേക്ക് വരും. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ, പരിചരിക്കാന്, നമ്മളെ വയസ്സായി മറ്റൊരാൾ പരിചരിക്കും മുമ്പേ നമുക്കാവുന്ന രീതിയിൽ മറ്റുള്ളവരെ പരിചരിക്കാൻ. അല്ലെ, എല്ലാവർക്കും മക്കളുണ്ടാവണമെന്നില്ല, എല്ലാവർക്കും ഉമ്മമാർ ഉണ്ടാവണമെന്നില്ല. മക്കളില്ലാത്തവർക്ക് ഉമ്മ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗുണങ്ങളാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളോടെ എല്ലാരോടും കരുണ കാണിക്കല്. അവരെ മുസ്ലിമാവണമെന്നൊന്നുമില്ല, അത് അള്ളാഹിന്റെ സൃഷ്ടിയാണോ, നായാണോ, പൂച്ചയാണോ, ഏത് മതത്തിൽപ്പെട്ടവരാണോ, അവർക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ എന്താക്കണം, സഹായം ചെയ്തു കൊടുക്കണം. ഇല്ലേ, നമ്മളോട് സഹായം ചോദിച്ചിട്ട് വരുന്നത് മുസ്ലിം ഉമ്മമാര് മാത്രമാണോ? അല്ലല്ലോ, പല ആൾക്കാരും വരൂലേ. അവരിൽ നമ്മളെ മോളേന്നല്ല വിളിക്കല്. അല്ലേ, മോളേന്ന് വിളിക്കുമ്പോ നമ്മ ഉമ്മമാരായിട്ട് അവരും കാണുന്നുണ്ട്, അല്ലെങ്കിൽ സഹോദരിയായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പറ്റുന്ന നമ്മൾ ഇന്ന് പുറത്തെ നന്നായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാത്തിനും നമ്മൾ മുൻപന്തിയിലെത്തിയില്ലേ. ഇനി നന്മ നിറഞ്ഞ ഒരുപാട് കാര്യത്തിന് നമ്മൾ എന്താക്കണം, മുന്നിൽ തന്നെ ആയിരിക്കണം. നമ്മൾ അത് വേണം പുതിയ തലമുറ കണ്ടു വളരാൻ വേണ്ടിയിട്ട്. അല്ലേ, ഇപ്പത്തെ കുട്ടികളുണ്ടല്ലേ, ചെറിയൊരു 10, 15, 13 വയസ്സായ കുട്ടികള് രണ്ടച്ചു വെക്കുമ്പോ ഉമ്മമാര് പേടിച്ചിട്ട് പോകും. കാരണം അവർക്ക് തിരിച്ചെന്ത് പറയണ്ടേന്ന് അറിയില്ല, അവർക്ക് ഇന്റർനെറ്റിനെ കുറിച്ചിട്ട് അറിയില്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർക്ക് കാര്യമായ വിദ്യാഭ്യാസം ഇല്ല. പക്ഷെ അതെല്ലാം നമ്മൾ എന്താക്കണം, മറികടക്കണം. അറിവ് എന്ന് പറയുന്നത് വിശ്വാസിയുടെ കളഞ്ഞു പോയ മുത്താണ്. അത് തങ്ങളുടെ മകൻ കോയഞ്ഞിത്തങ്ങൾ എന്ന് പറയുന്ന കോയഞ്ഞി പൂക്കോയത്തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യനാണ് നമ്മൾ ഇന്ന് കണ്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പിതാവ്. PMS പൂക്കോയത്തങ്ങൾ എന്ന പുതുമാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയത്തങ്ങൾ എന്ന ആ വലിയ മനുഷ്യന്റെ പിതാവാണ് കോയഞ്ഞി പൂക്കോയത്തങ്ങൾ. ആ കോയഞ്ഞി പൂക്കോയത്തങ്ങളുടെ മകനായ പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള, അതിൽ പൂക്കോയത്തങ്ങളുടെ വല്യപ്പയായിട്ടുള്ള ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ എന്ന് പറയുന്നത് വലിയ സിദ്ധിയുള്ള മനുഷ്യനായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് വലിയ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ആ പോരാട്ടങ്ങളിൽ പങ്കാളികളായിരുന്ന മലബാറിലെ മാപ്പിളമാർ അവരെ വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഭരണാധികാരികൾ ശ്രമിച്ചിട്ടും ഷാർപ്പ് ഷൂട്ടർമാരായിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് അവരെ വെടിവെച്ച് വീഴ്ത്താൻ കഴിഞ്ഞിരുന്നില്ല. ഷാർപ്പ് ഷൂട്ടർമാരുടെ അവരുടെ വെടിയുണ്ട്. പിന്നെ നമ്മുടെ അൻസാരി സാറിൻ്റെ നല്ല എന്താ പറയുക, ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യക്തമാക്കി തരുന്ന രീതിയിലുള്ള വളരെ ആർജവത്തോടെയുള്ള ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതുകൂടി കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര കഴിഞ്ഞു. അൽഹംദുലില്ലാ, നല്ല റാഹത്തായ ഒരു ദിവസമായിരുന്നു. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഓക്കെ.